ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. നമ്മുടെ ഷാനവാസിന്റെ ഗെയിം പ്ലാൻ അങ്ങനെ വീട്ടുകാർ പൊക്കിയിരിക്കുകയാണ്. സംഗതി ഇതുവരെ നല്ല ലെവലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഷാനവാസ് ഇപ്പോഴും പിടി കൊടുത്തിട്ടില്ല. പുള്ളി ഉരുണ്ട് പെരണ്ട് അങ്ങനെ 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 അങ്ങ് പോവാണേ. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് കിങ് ലെയർ സിനിമയിലെ ദിലീപിനെയാണ്. എന്ന് വെച്ചാൽ ഓ ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ ഒരു സെക്കൻഡ് എടുത്തിട്ട് അടുത്ത കള്ളം ആലോചിച്ചിട്ട് നെക്സ്റ്റ് ആ കള്ളം പറഞ്ഞ് തടി ഊരി പോകുന്ന നമ്മുടെ നമ്മുടെ ദിലീപില്ലേ, അതുപോലെ കഷ്ടപ്പെട്ട് ഉരുണ്ട് പെരണ്ട് നമ്മുടെ ഷാനവാസ് ഇന്ന് ഊരിപ്പോകുന്നതാണ് ഇപ്പൊ ലൈവിൽ കണ്ടത്. ദിലീപിന്റെ ആ സിനിമയിൽ മറ്റേ പെമ്പിള്ളേരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ ഫോട്ടോസൊക്കെ ഫോട്ടോഷോപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറയുമ്പോൾ മറ്റേ കൂടെയുള്ള കക്ഷി പോയിട്ട് ഗാന്ധിജിയുടെ കൂടെയുള്ള ഒരു ഫോട്ടോയും കൂടെ ഫോട്ടോഷോപ്പിൽ ചെയ്ത് വെക്കുമ്പോൾ അത് കണ്ടിട്ട് ആ സമയത്ത് വരെ അതിലൊരു കള്ളം കണ്ടെത്തി സ്പോട്ടിൽ പറയുന്ന ദിലീപ്. അതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ 7 എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഷാനവാസ് ഉരുണ്ടും പെരണ്ട് വീണ് കൊടുക്കൂല, സമ്മതിക്കൂല. മൂപ്പര് വീണെടുത്ത് കിടന്ന് പിന്നെ ഉരുണ്ട് വേണമെങ്കിൽ മണ്ണ് മാന്തി അതിന്റെ ഉള്ളിൽ കിടന്ന് ഉരുണ്ട് പിന്നെ സൈഡിൽ കൂടെ എണീറ്റ് പോകുന്ന ഒരു കക്ഷിയാണ്. ഇപ്പൊ സംഭവിച്ചത് ഇത്രേ ഉള്ളൂ. ആ ലാസ്റ്റ് ടാസ്ക് ഉണ്ടല്ലോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ടാസ്ക് പുകഞ്ഞ കൊള്ളി പുറത്ത്, അതിനകത്ത് ഷാനവാസ് ആദ്യം ഒരു സെന്റിമെന്റ്സ് ആണ് ഇറക്കിയത്. അതായത് ഷാനവാസിന് അറിയാം ഈ കൂടെയുള്ള 3 പേരും കാല് വരും. അതായത് ബിൻസി ആണെങ്കിലും ശൈത്യ ആണെങ്കിലും നമ്മുടെ ജിസേൽ ആണെങ്കിലും ഗെയിമേഴ്സ് ആണ്. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിച്ച് കൂടെ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഷാനവാസ് ഉറങ്ങി പോവാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അകത്തുള്ള ആൾക്കാരെ അറിയിക്കും. എല്ലാവരും കൂടെ തൂക്കിയെടുത്ത് ഷാനവാസിനെ കൊണ്ട് ആ ലൈനിന്റെ അകത്തിടും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഷാനവാസ് ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവരെ കൂടെ നിർത്തി, ആദ്യം വിശ്വാസം നേടി അവരെ കൂടെ നിർത്തിയിട്ട് ഷാനവാസ് തറയിൽ കിടന്നു. ഇവരോട് കട്ടിലിൽ മാറി മാറി കിടക്കാൻ പറഞ്ഞു. അങ്ങനെ കിടന്നു ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഷാനവാസിനെ മറ്റവർ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ 3 പേരും ഉറക്കൊഴിച്ചിരിക്കുകയാണ്. ആലോചിക്കണം, ഷാനവാസ് ഗുളിയൊക്കെ കഴിക്കുന്ന ആളാണ്. മയങ്ങിപ്പോയി കഴിഞ്ഞാൽ പുള്ളി എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇന്ന് ഷാനവാസ് അകത്തായപ്പോൾ അവർക്കൊരു ഡൗട്ട്, ഈ അക്ബറും ഷാനവാസും ഒക്കെ ഇനി ഒരു ടീമാണോ? അപ്പൊ അക്ബർ, ഇവർ പരിചയക്കാരാണ് കേട്ടോ, പക്ഷെ അവരുടെ ഗെയിം കളിക്കുകയാണ് അകത്ത്. ഓപ്പോസിറ്റ് തന്നെയാണ്, ജയിക്കാൻ വേണ്ടി തന്നെയാണ് രണ്ടുപേരും കളിക്കുന്നത്, സ്വാഭാവികമാണ്. പക്ഷേ അവർക്ക് അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അത്രേ ഉള്ളൂ. രണ്ടുപേർക്ക് അവിടെ വേണം. രണ്ടുപേരും, അക്ബറിന് ഷാനവാസും വേണം, ഷാനവാസിന് അക്ബറും വേണം ഗെയിം കളിക്കാൻ. ഇത് തന്നെയാണ് അപ്പാനിയുടെ കേസിൽ. അപ്പാനിയും പുറത്താക്കണമെന്ന് അവർക്കില്ല, അപ്പാനി അവിടെ കളിക്കാൻ വേണം എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു സ്ട്രാറ്റജി ആണല്ലോ അവരുടെ. അപ്പൊ ഇത് സംഭവം ചീറ്റിപ്പോയത് ഈ പുറത്ത് നിന്ന് അകത്ത് വന്നതിന് ശേഷം ഷാനവാസ് പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ആദ്യത്തെ ഡേ ഉറങ്ങാതെ തന്നെ അവിടെ കിടക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോ ജിസേലിനും മറ്റുള്ളവർക്കും കിളി പോയി. കാരണം നിങ്ങൾ ഉറങ്ങുകയാണെന്ന് കരുതി ഞങ്ങൾ ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് അപ്പൊ നിങ്ങൾ ഉറങ്ങുന്ന പോലെ അഭിനയിക്കായിരുന്നു എന്നോ? അവിടെ പണിപാളി. പിന്നെ ഷാനവാസ് എത്ര ശ്രമിച്ചിട്ട് ഒരു രക്ഷയില്ല. കാരണം ഈ പിള്ളേർക്ക് മുടിഞ്ഞ ബുദ്ധിയാണ് കേട്ടോ. ജിൻസിയൊക്കെ അങ്ങനെ ഇരിക്കണമെങ്കിലും ഉള്ളം കാല് തൊട്ട് ഉച്ചം തല വരെ ഒടുക്കത്തെ ബുദ്ധിയാണ്. അത് തന്നെയാണ് മറ്റേ നമ്മുടെ ജിസേലാണെങ്കിലും നമ്മുടെ ശൈത്യ ആണെങ്കിലും ഇവർക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അത് കാരണം പിള്ളേര് കൈയോടെ പൊക്കി. ഇപ്പൊ ആശാൻ പെട്ടു. ഇത് മറ്റേ കിങ് ലെയർ സിനിമയിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇനി ഷാനവാസ് ട്രൈ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പതുക്കെ പറയണം. ആദ്യം ഇങ്ങനെ ഓരോ വാക്ക് ഇങ്ങനെ വെച്ച് നടക്കുന്ന പോലെ ഞാൻ ആക്ച്വലി ഞാൻ ഉറങ്ങുമായിരുന്നു. പക്ഷെ നിക്ക് അതായത് ഞാൻ ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിക്ക്, ഞാൻ പറയട്ടെ, എനിക്ക് തൊണ്ട വയ്യ. ആലോചിക്കുകയാണേ അടുത്ത് എന്ത് പറയണമെന്ന് മൂപ്പർ ആലോചിച്ച് നല്ല കഷ്ടപ്പെടുകയാണ്. എല്ലാവരും കൂടെ ചുറ്റിനിരുന്നിട്ട് ശരിക്കും കൈയോടെ പൊക്കി. അതാണ് സംഭവം. ഷാനവാസിന്റെ ആ ഒരു സ്ട്രാറ്റജി പൊളിഞ്ഞു. മൂപ്പർ ഇനി അടുത്ത് നോക്കിയോ സെന്റിമെന്റ്സ് ഇറക്കി അത് ഊരും. ഷാനവാസ് ഇതിൽ നിന്ന് ഊരും. ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ നിന്ന് ഊരും. ഇവരുമായിട്ടൊക്കെ വീണ്ടും സെറ്റാവും. ഷാനവാസിന്റെ ഒരു ഗെയിം അങ്ങനെയാണ് പോകുന്നത്. ഷാനവാസിന് ആദ്യം വേണ്ടിയിരുന്നത് എങ്ങനെയെങ്കിലും പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന ടാസ്കിൽ തടി ഉരണം, ഇവരെടുത്ത് വെളിയിലിടാൻ പാടില്ല. അപ്പോൾ അതിനൊരു സ്ട്രാറ്റജി ഫോം ചെയ്തു, അത് വർക്കൗട്ടായി. അതാണ് ഈ പിള്ളേർക്ക് ഇത്ര കലിപ്പ്. കാരണം ഇത്രയും നേരം കൂടെ നിന്നിട്ട് നമ്മളെ തന്നെ ചേട്ടൻ പണി തന്നല്ലോ എന്നുള്ളതാണ്. നിങ്ങൾ അഭിനയിച്ചെങ്കിൽ നിങ്ങൾക്ക് പറയാതിരുന്നൂടെ ചേട്ടാ, ഞങ്ങൾ അത്രയും വിശ്വസിച്ച് പോയി എന്നാണ് നമ്മുടെ ശൈത്യയും ബിൻസിയും ഒക്കെ പറയുന്നത്. എന്തായാലും നല്ലൊരു വഴക്കുമൊക്കെ നടന്ന് ഒരു തുറന്ന് പറച്ചിലൊക്കെ നടന്നപ്പോഴേക്കും ഇപ്പോൾ ബിഗ് ബോസ് വിളിച്ച് ലിവിങ് ഏരിയയിൽ ഇരുത്തിയിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുകളുമായിട്ട് വഴിയെ വരാം.